ഹലോ ഓൾ, കുറേ നാളുകൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ്. 4 മണി നേരത്ത് ചേട്ടൻ എന്തായാലും ചായ കുടിക്കണം. 4 മണി തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാലാണ് ഒരു 5 മണിക്കെങ്കിലും ഞാൻ ചായ ഉണ്ടാക്കുകയുള്ളൂ. വീഡിയോയുടെ ബാക്കിൽ അമ്മാളിൽ നിന്ന് ഓരോ കമൻ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്മാളുവിനെ അടുക്കളയിലേക്ക് വിളിച്ചു. ചെറിയ ചെറിയ പണികളൊക്കെ ഞങ്ങൾ അമ്മാളുവിനെ നേരത്തെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ മുടി അഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടതൊന്ന് കെട്ടി കൊടുക്കുകയാണ്. അപ്പോഴേക്കും പുള്ളിക്കാരി പാലൊക്കെ കത്തിച്ചു. ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ മുടി കെട്ടുന്ന ഇതെടുക്കാൻ പോയ ഗ്യാപ്പിൽ കത്തിച്ചതാണ്. ഇപ്പം ഓടി ചെല്ലുന്നത് പുള്ളിക്കാരിക്ക് തന്നെ പാല് തിളച്ച് പോകുമ്പോൾ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. അങ്ങനെ തനിയെ കിച്ചണിലൊന്നും ചെയ്യിക്കാറില്ലെങ്കിലും കുറേശ്ശെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യിക്കും. അപ്പോൾ ഇന്ന് ബ്രെഡും ജാമുമാണ് ചായക്ക്. വൈകിട്ട് അങ്ങനെ സ്നാക്സ് ഒന്നും പതിവില്ല ഇവിടെ. പിന്നെ ഇന്ന് ചായ വേണ്ട, ബൂസ്റ്റ് മതി എല്ലാവർക്കും എന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് അതും എളുപ്പമായി. അപ്പോൾ അമ്മാളുനെയാണ് ഞാൻ ജാം ബ്രെഡിൽ തേക്കാൻ ഏൽപ്പിച്ചത്. അതിൻ്റെ പകുതിയും അവൾ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഞാനപ്പോൾ പാലിലിടാൻ വേണ്ടി ബൂസ്റ്റ് എടുത്തപ്പോഴേക്കും എൻ്റെ അടുത്ത് ഇച്ചിരി കഴിക്കാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം തരുന്നതാണ്, അല്ലെങ്കിൽ തരത്തില്ല എന്ന്. അമ്മാൾ കൂടുതലായിട്ടും മധുരവും ചോക്ലേറ്റും ഒക്കെ കഴിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ അധികം ഒന്നും കൊടുക്കണത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അവൾ ഒരു ദിവസം കഴിക്കുന്ന മധുരത്തിന് ഒരു കൈയും കണക്കില്ല. ഞായറാഴ്ചകളിലാണ് ഞാനും അമ്മാളും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത ദിവസം എല്ലാം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ലേറ്റ് ആവും എത്താൻ. ഇവിടെ ചില ദിവസങ്ങളിൽ ചായ, ചില ദിവസങ്ങളിൽ കാപ്പി, ചിലപ്പോൾ ഇതുപോലെ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും കുടിക്കുക. ഈ ഞായറാഴ്ചകളിൽ മാത്രമാണ് വൈകുന്നേരം ഒന്ന് ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയും എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുകയൊക്കെ അതിനുള്ളൊരു സമയമൊക്കെ കിട്ടുന്നുണ്ടാവും. ഞങ്ങൾ നേരെ ചായ എടുത്തിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. എനിക്കിങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ സമയം കിട്ടാറില്ല. അപ്പോൾ അമ്മാളൊരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മാൾ ബിസ്ക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് പണി ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം എൻ്റെ ചായ കുടിയും തുണി എടുക്കലും ഒക്കെ പെട്ടെന്ന് ഒതുക്കിയത്. അപ്പോഴാണ് ഷൂവും ബാഗും ഒക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചു. അമ്മാളുടെ സ്കൂളിലെ ബാഗ് എന്ന് അലക്കിയാലും പിറ്റേ ദിവസം ഫുൾ അഴുക്കായിട്ടാണ് തിരിച്ചു കൊണ്ടുവരാറ്. അതേപോലെ ഷൂവും ലഞ്ച് ബാഗും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ അലക്കിയിടുന്നത് ഇതുപോലെ നമുക്കൊരു ഞായറാഴ്ച കിട്ടുമ്പോഴാണ്. ഞാനപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ബൂസ്റ്റാണ് ഞാൻ കൊടുത്തത്. ആൾ നല്ല ചായയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനിങ്ങനെ കളിയാക്കുമായിരുന്നു. ചായയും ബൂസ്റ്റും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അവർ ഊഞ്ഞാലാടാനും കളിക്കാനും ഒക്കെ ആയിട്ട് പോയി. ഈ ഊഞ്ഞാലാട്ടം കുറച്ച് കഴിയുമ്പോൾ കരച്ചിലായിരിക്കും. അത് ആടി അവസാനം അമ്മാളുടെ കാല് എൻ്റെ വണ്ടിയിൽ വന്ന് തട്ടി. അപ്പോൾ അതിന് ഇരുന്ന് കരയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ എൻ്റെ അടുത്തും ദേഷ്യപ്പെടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് നേരം കരയും, അഭിനയമാണ്. ഈ തുണി എടുക്കാനൊക്കെ എൻ്റെ കൂടെ കൂടും. എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ എനിക്ക് ചെയ്തു തരാറുണ്ട്. ഇപ്പം ഞാൻ ക്യാമറ വച്ചേക്കുന്നതുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ഓരോ ആക്ഷനുകൾ കാണിക്കലൊക്കെയാണ്. മിറ്റം അടിക്കാൻ വേണ്ടി ചേട്ടൻ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ചുമ്മാ ചൂലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു ചേച്ചി ഒരു ഡൗട്ടൊക്കെ ആയിട്ട് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്നത്. അപ്പോൾ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ചെയ്യാനുള്ളൊരു പ്രധാന കാര്യം. ഒരു 2 വാഴയുടെ തൈ എന്നാണ്, വാഴ കണ്ണെന്നാണ് പറയുന്നത്. അത് അമ്മ തന്നിരുന്നു. അപ്പോൾ അതൊന്ന് നടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒന്ന് ഞാലിപ്പൂവനും ഒന്ന് റോബസ്റ്റും ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അമ്മാളുവിനെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മാളുവിന് മണ്ണിക്കളിക്കലും ഉണ്ട്, ചിരട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഏത് പഴമാണ് അമ്മാളുവിന് ഇഷ്ടമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരി അതിൻ്റെ കൂടെ നല്ല രീതിക്ക് മണ്ണും വെള്ളവും ചിരട്ടയൊക്കെ ഇട്ട് കളിക്കുന്നുമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ചെറിയ പഴമാണ് ഇഷ്ടം, കുഞ്ഞിപ്പഴം എന്നാണ് പുള്ളിക്കാരി എപ്പോഴും പറയുന്നത്. ഞാലിപ്പൂവനാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാനങ്ങനെ 2 വാഴയും കുഴിച്ചൊക്കെ ഇട്ടു. വലിയ കുഴിയൊന്നും വേണ്ടി വന്നില്ല, ചെറിയ വാഴക്കണ്ണായതുകൊണ്ട്.
അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു എന്നാണ് പഴം ഉണ്ടാവുക കഴിക്കണമെന്നൊക്കെ. അപ്പോൾ എനിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ഇലയും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഞാനങ്ങനെ നടാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ രണ്ടും ഒരുമിച്ച് നട്ടതും പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല, അതിൻ്റെ ഗ്യാപ്പൊക്കെ പ്രശ്നമുണ്ടോയെന്നും അറിയില്ല. ഞാൻ ഒരു ധാരണയില്ലാതെ അങ്ങ് ചെയ്തതാണ്. നന്നായിട്ട് വളരും പിടിക്കും എന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഞായറാഴ്ച. ഒരു ഉച്ചവരെ അകത്തടിച്ച് വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് പണികളൊക്കെ ആയിട്ടായിരിക്കും. കാരണം ഞായറാഴ്ച മാത്രമാണ് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സമയം കിട്ടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും വ്ലോഗുകളായിട്ട് കാണാം. ബൈ ബൈ.